ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും എവൈ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യദുവാണ്. അപ്പം ഇന്ന് ഞാനൊരു ബാംഗ്ലൂർ റൈഡിന് പോവുകയാണ്. റൈഡെന്ന് പറഞ്ഞാൽ റൈഡായിട്ടുള്ളൊരു പ്രോഗ്രാം അല്ല, ഒരു വേറെ കുറച്ച് പരിപാടിയായിട്ട് പോവുകയാണ്. പക്ഷേ നമുക്കത് നല്ല രീതിയിൽ നല്ല ഷൂട്ടൊക്കെ ചെയ്ത് നല്ല വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മൾ ചിലപ്പോൾ നന്ദി ഹിൽസിലൊക്കെ പോകുന്നതായിരിക്കും. പോകാൻ പറ്റിയ എന്തായാലും ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതാ നമ്മുടെ ഹിമാലയനിലാണ്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ലഗേജ് സെറ്റ് ചെയ്യാണ്ട് ബാക്കിയെല്ലാം സെറ്റാണ്, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലഗേജ് നല്ല വെയിലാണല്ലോ, ഒരു മിനിറ്റ്. നല്ല ലഗേജൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ വരുന്നുണ്ട്, അജിന്. അവൻ ഇപ്പം വരും, വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മൂവ് ചെയ്യുന്നതാണ്. അപ്പം ഇനി ബാക്കി വീഡിയോസൊക്കെ കാണും. നമ്മൾ കാടാണ്. ഈ അധികം ഫോണും വെച്ച് ഗോപ്രോം വെച്ചിട്ട് റോഡിലേക്ക് പോകണ്ട, വണ്ടി കെട്ടി കഴിഞ്ഞാൽ ആവില്ല. അപ്പം അധികം ദൂരത്തോടെ ഉണ്ടോ, സൗണ്ട് ഇടില്ല. അപ്പോൾ നമ്മൾ ഇതാ ബാംഗ്ലൂർ റൈഡ് സ്റ്റാർട്ടായിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ, ഗോപ്രോ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ, ഹാൻഡ് ഗ്രിപ്പില്ലേ, അതൊക്കെ ബാഗിനകത്താണ്. അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചതെടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതാ മുത്തങ്ങ എത്താനായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് നിർത്തിയതാണ്. പിന്നെ ഒരു ചായ ഒന്ന് കുടിച്ച് നൈസ്. മുത്തങ്ങ കഴിഞ്ഞിട്ട് ഇനി ചായ കുടിക്കാം അല്ലേ. ക്യാമറേൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് അജിനാണ്. ഞാൻ അവനെയും കൂടെ കാണിച്ചു തരാം. അതാ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതാ നമ്മുടെ വണ്ടി, ഇതാ ഫുൾ സെറ്റാണ്, അടിപൊളിയാണ്. കണ്ടാ, ചെറുതായിട്ട് നല്ല കാടും നല്ല തണുപ്പൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് വഴിക്കാഴ്ചകൾ കാണാം. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിഷ്വൽസൊക്കെ ഇനി മങ്ങും, കാരണം ഇരുട്ടാവും. ഞങ്ങൾ രാത്രി എന്തായാലും റൂമിലെല്ലാം എത്താൻ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നല്ല അടിപൊളി വിഷ്വൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് അധികം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, അപ്പം വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഇനി ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചു തരാം. അതാ നമ്മളെ വണ്ടി ഇതാ അവിടെ ഉണ്ട്. നിങ്ങൾ ഒന്നും കൂടെ നോക്കൂ, ഏതാ ലെവല്. ഒരു മിനിറ്റ്, വണ്ടിയിലൊന്ന് പോട്ടെ. ശരിക്കും ഇതാ അങ്ങോട്ട് ആ മല ശരിക്കും കാണാൻ ആ കാഴ്ചയാണ് അടിപൊളി കാഴ്ച. പിന്നെ ഇതാ ഇവിടെ കുറേ പോത്തില്ല, പശു. അപ്പോൾ കുറേ പശു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ അജിന്താ അങ്ങോട്ട് ഇങ്ങനെ ക്യാമറയിൽ നിന്ന് ഇങ്ങനെ മാറി കളിക്കും. ഹലോ അപ്പം നമ്മളിപ്പോൾ മുത്തങ്ങ കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ ഒന്ന് വണ്ടി നിർത്തിയതാണ്. ഈ ഒരു ഭംഗി കണ്ടിട്ട് മാത്രം ഇവിടെ നിർത്തിയതാണ് ഗൈസ്. ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരു ചായ കുടിക്കാൻ നിർത്തിയിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ റൂം പിടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ ഇനി കാഴ്ചകൾ കാണാം. പോട്ടെ, പോലെ അപ്പോൾ ഇതാ നമ്മൾ ഇപ്പം ഗുണ്ടൽപേട്ട് എത്തി. ഇപ്പോൾ ഇത് ഹോട്ടലിൻ്റെ പേരെന്താണ് കാണിച്ചു തരാം. ഹോട്ടൽ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് ഹോട്ടൽ. നമ്മളിവിടെ വന്ന് ഒരു എന്താ പറയുക
ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഞാൻ വന്ന് കയറി അപ്പത്തേക്ക് കയറി ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ലേ അജിൻ. കഴിക്കട്ട. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മളിതാ, നിങ്ങളെ പേരെന്താണ്? ആഷിഖ്. പേര് അഫ്വാൻ. ശരി. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ സത്യം പറയട്ടെ, നമ്മൾ കുണ്ടൽപേട്ട് എത്തിയിട്ട് കേരളം വിട്ടില്ലാന്ന് നോക്കുക. ഓനാണ് ഞാൻ സത്യം പറഞ്ഞ. രസം എന്താ വെച്ചാൽ അജിൻ ഇവരോട് പോയിട്ട് ഹിന്ദിയിൽ അപ്പോൾ ബോസ് നിങ്ങൾ ഹിന്ദി തന്നെയല്ലേ പറഞ്ഞത്, പാൻ കേക്ക് എന്ന് പറഞ്ഞ്. പിന്നെ ഉണ്ട് ബോസ് മലയാളത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ അതാ നമ്മൾ നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ലൊരു ചായ. ഇത് കോഫി അല്ലേ വാങ്ങിച്ചേ? കണ്ടോ ചങ്ങായി ചിരിക്കുന്നുണ്ടോ? എടാ ഏതൊരു പാവപ്പെട്ടവനും തെറ്റിപ്പോവും. ശരിക്കും ഇവിടെ മാസ്ക് വേണ്ട, പ്രശ്നമില്ല. ബാംഗ്ലൂർ സിറ്റിയിലോ? അല്ലല്ലേ? കണ്ടോ, കർണാടകയിൽ മാസ്ക് ഒന്നും വേണ്ട. കഴിച്ചു ചാച്ചിനെ കോഫി കുടിച്ച് കഴിയാണ്ട്. അപ്പം നമ്മളിതാ ഒരു കോഫിയും മേടിച്ചു, ഒരു പാൻ കേക്കും കഴിക്കുകയാണ്. ബാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും AY വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെയായി. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ലേറ്റായി ഇവിടെ എത്താൻ. പക്ഷേ പിന്നെ വിചാരിച്ചു എന്തായാലും, കാരണം നമ്മൾ റൂം നോക്കിയിരുന്നത്, ഞാൻ എന്താ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം റൂം നോക്കി കുറച്ചും കൂടെ ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് എനിക്ക് എക്സാം എഴുതേണ്ട ആ ഒരു കോളേജിൻ്റെ ആ ഭാഗത്തേക്ക്. അപ്പം അവിടെയൊക്കെ നോക്കുമ്പോൾ റൂം അവിടെ അത്രയും ലേറ്റായി. അപ്പോൾ റൂം കിട്ടാൻ ചാൻസ് കുറവാകുമ്പോൾ കിട്ടുന്നിടത്ത് നിന്ന് ഞങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ എവിടെയാണ്? ഇത് ബിഡാഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 20 മിനിറ്റുള്ള ഓട്ടോ ഉള്ളൂ നമ്മൾ ആ സ്പോട്ടിലേക്ക്. അപ്പോൾ നമുക്കൊരു കുറച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്തണം. പിന്നെ ഇത് റൂം കാണിക്കാൻ മാത്രം ഒരു അടിപൊളി റൂമൊന്നുമല്ല, ചെറിയ റൂമാണ്. പിന്നെ അത് കാണിക്കാൻ മാത്രമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ നല്ല വിഷ്വൽസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും, ഇനി അങ്ങോട്ട് പറയുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. പിന്നെന്താ ഇവിടുത്തെ ചെറിയൊരു കാഴ്ച ഞാൻ കാണിക്കാൻ മാത്രമൊന്നുമില്ല. ഏതായാലും സ്കൈ അടിപൊളി. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ട, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ. ഞാൻ മെല്ലെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നെ കാണുന്നുണ്ട്, ഭയങ്കര വെയിലാണ് ഈ സൈഡിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷപ്പായി നേരെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എലഹങ്കയിലേക്ക് പോകും, ബാംഗ്ലൂർ. അപ്പം എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല സപ്പോർട്ട് തരിക. ബൈ.